നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണം KPCC പ്രസിഡന്റിന് റിപ്പോർട്ട് നൽകി. തിരുവനന്തപുരം മുൻ DCC അധ്യക്ഷൻ പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച് KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. KPCC പ്രസിഡന്റിനാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സദുദ്ദേശത്തോടെ നടത്തിയ സംഭാഷണമാണ് ഇതെന്ന് റിപ്പോർട്ടിലുള്ളതായി സൂചനയുണ്ട്. പാലോട് രവിയും നേതാക്കളും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ബസ്സിൽ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറി, കണ്ടക്ടർ അറസ്റ്റിൽ. SN പുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി കൊട്ടേക്കാട്ട് വീട്ടിൽ അനീഷ് എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോളേജിൽ പോകുന്നതിനായി ബസ്സിൽ മുൻവശത്തെ ഡോറിലൂടെ കയറുമ്പോൾ കണ്ടക്ടർ അപമര്യാദയായി പെരുമാറുകയായിരുന്നു. ഇന്നലെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട ബസ് പിടിച്ചെടുത്തതായി പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ബാലുശ്ശേരി പൂനൂരിലാണ് സംഭവം. പൂനൂർ കരിങ്കാളികൾ ശ്രീജിത്തിന്റെ ഭാര്യ ജിസ്നയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ കേളകം സ്വദേശിനിയാണ് യുവതി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊല്ലത്ത് 78 വയസ്സുള്ള റിട്ടയർഡ് അധ്യാപികയെ ക്രൂരമായി മർദ്ദിച്ച് അയൽവാസി, ഒടുവിൽ അറസ്റ്റ്. 78 വയസ്സുള്ള സരസമ്മയെയാണ് അയൽവാസിയായ ശശിധരൻ വീട് കയറി ആക്രമിച്ചത്. അയൽക്കാർ തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. കൊട്ടാരക്കര ഗാന്ധിമുക്കിലാണ് സംഭവം നടന്നത്. അയൽക്കാരായ സരസമ്മയും ശശിധരന്റെ വീട്ടുകാരും തമ്മിൽ വഴക്ക് പതിവാണ്. ഇന്നലെ രാവിലെയും തർക്കമുണ്ടായിരുന്നു. തുടർന്ന് സരസമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ശശിധരൻ അതിക്രമിച്ചു കയറി. സരസമ്മ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ശശിധരനെ ആക്രമിച്ചു. പിന്നാലെ വടി പിടിച്ചു വാങ്ങി സരസമ്മയെ പ്രതി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അതിർത്തിയിൽ പാക് പ്രകോപനം, സൈന്യം ശക്തമായി തിരിച്ചടിച്ചതായി കരസേനാ വൃത്തങ്ങൾ. ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ. പൂഞ്ചിൽ നിയന്ത്രണ രേഖയിൽ വെടിവെപ്പുണ്ടായി. KG സെക്ടറിൽ രാത്രി 7 മണിയോടെയാണ് പാക് പ്രകോപനം ഉണ്ടായത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാവുന്നത്. സൈന്യം ശക്തമായി തിരിച്ചടിച്ചതായി കരസേനാ വൃത്തങ്ങൾ അറിയിച്ചു.